ഇതാണ് ഈ അപകടത്തിന് വഴിയൊരുക്കിയ അനന്തിന്റെ ജീവനെടുത്ത കെണി. നമ്മൾക്ക് കാണാം, ഇതൊരു മുളവടിയാണ്. പച്ച മുള വെച്ചിട്ട് ഈ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ കൊളുത്തിയിടുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നു മനസ്സിലാക്കുന്നു. ആ കൊളുത്തിയിട്ട ഈ മുളയിൽ നിന്ന് ഈ രീതിയിൽ ഈ പറയുന്ന ഇരുമ്പ് കമ്പി നമുക്ക് കാണാം. അത് ഇങ്ങനെ ഇതിലോട്ട് പോയി ഈ തോടിന്റെ വശത്തേക്ക് കെട്ടി ഇറക്കിയിരിക്കുകയാണ്. ക്യാമറ ദൃശ്യങ്ങൾ വ്യക്തമാണെന്ന് മനസ്സിലാക്കുന്നു. ഈ പറയുന്ന മുളവടിയിൽ നിന്ന് ഇലക്ട്രിക് കമ്പി ഇങ്ങനെ തൂക്കി ഈ തോടിന്റെ ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം രണ്ട് സൈഡിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇടത്തേക്കും ഒന്ന് വലത്തോട്ടും. ഇടത് ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത കമ്പി ഈ തോടിന്റെ സൈഡിലൂടെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ പോവുകയാണ്. അപ്പുറത്തെ സൈഡിലും സമാനമായ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു എഡ്ജിൽ വെച്ചിട്ട് ഇത് ക്രോസ് ചെയ്യുകയാണ് തോടിനെ. പിന്നീട് ബാക്കി ഈ പറയുന്ന ഇരുമ്പ് കമ്പി പോകുന്ന അപ്പുറത്തെ സൈഡിലൂടെയാണ്. അങ്ങനെ ആ സൈഡിൽ സ്ഥാപിച്ച കമ്പിയിൽ തട്ടിയാണ് അനന്തുവിന്റെ ജീവൻ നഷ്ടമായത്. അതായത് ഏകദേശം തോടിനോട് ചേർന്നായിരിക്കും ഈ കമ്പി ഉണ്ടാവുക. ഈ പറഞ്ഞതുപോലെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, ഈ ഓലയൊക്കെ വീണ് കിടക്കുന്നത്. ഇത്തരത്തിൽ ഈ ചെടിയുടെയും പുല്ലുടെയും നടുവിലൊക്കെ ആയിരിക്കും ഇത് ഇട്ടിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് അനന്തു അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഇത് മോഷണം എന്ന കാര്യമാണ് ഇപ്പോൾ KCB സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ നേരത്തെ നാട്ടുകാർ ഇവിടെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പന്നിക്കണി ഒരുക്കി ഇത്തരത്തിൽ പന്നിയെ പിടികൂടുന്ന സംഭവം നിത്യമാണെന്ന് പരാതിപ്പെട്ടെങ്കിലും KCB ഇതിൽ കാര്യമായ നടപടി സ്വീകരിച്ചില്ല. നമുക്കിപ്പോൾ ഇവിടെ ഒരു ലൈൻ കാണാം. നമുക്ക് പൊതുവെ കാണുന്ന പോലെ അല്ല ഈ KCB ലൈൻ ഉള്ളത്. ഒരു കവറിംഗ് ഇതിന് ചുറ്റുമുണ്ട്. ഈ കവറിംഗ് എന്തിനെന്ന് വെച്ചാൽ ഇത്തരത്തിൽ വൈദ്യുതി മോഷണം തടയുന്നതിന്റെ ഭാഗമായി KCB സ്ഥാപിക്കുകയാണ്. ഇത്തരത്തിൽ പോസ്റ്റിലൂടെ പോകുന്ന വൈദ്യുതി ലൈനിൽ ഈ കവറിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിൽ വൈദ്യുതി ഒരു തേർഡ് പാർട്ടിക്ക് മോഷ്ടിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ പൂർണ്ണമായി ഇത്തരത്തിൽ കമ്പികൾ കവറിംഗ് ചെയ്യണമെന്ന് നാട്ടുകാർ സ്ഥിരമായി ആവശ്യപ്പെട്ടിട്ടും പല ഭാഗങ്ങളും ആ കവറിംഗ് പൂർത്തിയായില്ല. അത്തരത്തിൽ കവറിംഗ് പൂർത്തിയാകാത്ത ഒരു ലൈനിൽ നിന്നാണ് ഇന്നലെ ഈ പന്നിക്കണിക്ക് വേണ്ടി ഇത്തരത്തിൽ വൈദ്യുതി എടുത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. നിലവിൽ നരഹത്യാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഈ ഫെൻസിംഗ് സ്ഥാപിച്ച വൈദ്യുതിയിൽ തട്ടി മരിച്ചു എന്ന് തന്നെയാണ് എഫ്ഐആർ അടക്കം പറയുന്നത്. എഫ്ഐആർ വിശദാംശങ്ങളടക്കം നമുക്ക് ലഭിച്ചിരുന്നു. ഈ പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാൾ നേരത്തെയും സമാനമായ രീതിയിൽ പന്നിക്കണി ഒരുക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസിലൊക്കെ പരാതിപ്പെട്ട അല്ലെങ്കിൽ പോലീസിന്റെ നോട്ടപ്പുള്ളി ആരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്കായി വനമേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്. പ്രവിധ, കെണിവെച്ച ആളെക്കുറിച്ച് പോലീസിന് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ കൂടുതലായ വിവരങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നില്ല. ഇത് പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി ഇങ്ങനെ കെണിവെച്ച് വൈദ്യുതി ലൈനിൽ നിന്ന് വൈദ്യുതി പ്രവഹിപ്പിക്കുന്ന തരത്തിൽ വളരെ ആസൂത്രിതമായി കെണിവെച്ചതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. പ്രതിക്കായി വനമേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഒരാളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് പോലീസ് പങ്കുവെക്കുന്ന വിവരം. മറ്റാരുടെയെങ്കിലും സഹായമോ മറ്റോ ഇക്കാര്യത്തിലുണ്ടോ എന്നുള്ളതിലൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഒരു 15 വയസ്സുകാരനാണ്, ഒരു 10ാം ക്ലാസ്സുകാരനാണ് ദാരുണമായി അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റാണ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നിരുന്നു. നിലമ്പൂരിലൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ചൂടുകൂടി നിൽക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടുത്തെ ഒരു പ്രധാന വിഷയമാണ്. പക്ഷേ അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് പക്ഷേ പന്നിയെ കെണിവെച്ച് പിടികൂടാൻ വേണ്ടി ആസൂത്രിതമായി സ്ഥാപിച്ച കെണി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദം കൂടി വരുന്നത് KCBക്കെതിരായ വിമർശനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടുകാരടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കാര്യമായൊരു നടപടി KCBയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ കേൾക്കുന്നത്.